Romans chapter 8 verse 31. റോമർ 8:31 ഇങ്ങനെ പറയുന്നു, If God is with you, who can be against you? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? David encouraged himself. ദാവീദ് തന്നെ ധൈര്യപ്പെടുത്തി. Today you may not have anybody to encourage. ഒരുപക്ഷെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ലായിരിക്കാം. People will be talking negative about you. ആളുകൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കാം. People might be discouraging you. ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. People might be saying you are going to die. നിങ്ങൾ ചത്തുപോകട്ടെന്ന് ആളുകൾ പറഞ്ഞേക്കാം. Your own people might be standing against you. നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങൾക്കെതിരായി നിന്നേക്കാം. But remember, God is with you. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. Encourage yourself right now in the Lord God. ഇപ്പോൾ തന്നെ ദൈവത്തിൽ നിങ്ങൾ ധൈര്യപ്പെടുക. David is teaching us to trust in the Lord. ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു. He's saying, I wept in the presence of God. ദൈവസന്നിധിയിൽ കരഞ്ഞുവെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. How long? എത്ര നേരം? Not 5 minutes. 5 മിനിറ്റ് അല്ല, Not 10 minutes. 10 മിനിറ്റ് അല്ല, Not 1 hour. 1 മണിക്കൂറുമല്ല. But the Bible says, I wept till I had no strength in my body. ബൈബിൾ പറയുന്നു, ബലമില്ലാതാകുവോളം അവൻ കരഞ്ഞുവെന്ന്. When was the last time you prayed like that? എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് കരഞ്ഞതെന്നാണ്? If you want a miracle in your life, ജീവിതത്തിൽ ഒരു അത്ഭുതം വേണമെങ്കിൽ, if you want a supernatural thing to happen in your life, അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, you need to pray without ceasing. നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കരയണം. Jacob said, I will not leave you unless you bless me. യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. You need to say the same thing. നിങ്ങളും അങ്ങനെ തന്നെ പറയണം. Say to God, God, I will pray till I have no strength left. കർത്താവേ, ഞാൻ ബലമില്ലാതാകുവോളം പ്രാർത്ഥിക്കുവാൻ I ഒരുക്കം. want to tell you, heaven will open up for you. സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് ഞാൻ പറയുന്നു. He lifted his voice and he cried. അവൻ ശബ്ദമുയർത്തി കരയുവാനിടയായി. Verse 6. 6-ാം വാക്യത്തിൽ David was very distressed. ദാവീദ് വലിയ കഷ്ടത്തിലായി. What was the reason? എന്താണ് അതിന് കാരണം? People were speaking against him. ആളുകൾ അവനെതിരായി സംസാരിക്കുന്നു. Who are these people? ആരാണ് ഈ ആളുകൾ? His own men. അവന്റെ സ്വന്തം ആളുകളാണ്. People who were standing with him. അവനോടൊപ്പം നിന്നവരാണ്. If you will go to 22nd chapter of 1 Samuel, 1 ശമൂവേൽ 22-ാം അധ്യായം നാം പരിശോധിച്ചാൽ, you will see these people came to David in the caves of Adullam. അദുല്ലാമിനെതിരായി ദാവീദിനോടൊപ്പം വന്ന് ചേർന്ന ആളുകളാണ്. These people were discouraged people. ഇവർ നിരാശരായ ആളുകളായിരുന്നു. They were people who had lot of debts in their life. വളരെ കടമുള്ള ആളുകൾ ആയിരുന്നു ഇവർ. They were good for nothing people. ഒന്നിനും കൊള്ളാത്ത ആളുകളായിരുന്നു. But David trained them and made them skillful people. എന്നാൽ ദാവീദ് അവരെ പരിശീലിപ്പിച്ച് അഭ്യാസികളാക്കി തീർത്തു. But today they are standing against David. എന്നാൽ ഇന്ന് അവർ ദാവീദിനെതിരായി നിൽക്കുന്നു. Your own people may stand against you. ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങൾക്കെതിരായി നിന്നേക്കാം. Don't worry. ഭാരപ്പെടേണ്ടതില്ല. You have God with you. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. These people said, we will stone David to death. ഞങ്ങൾ ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണെന്ന് ഈ ആളുകൾ. When David heard this, he was distressed. ദാവീദ് ഇത് കേട്ടപ്പോൾ വലിയ കഷ്ടത്തിലായി. If I was in the place of David, ദാവീദിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ I would have shouted at them. ഞാൻ അവരെ ശകാരിക്കുമായിരുന്നു. I would have talked to them about their previous days. അവരുടെ കഴിഞ്ഞ നാളുകളെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു. I would have said how grateful you should be to me for bringing you to this level. ഈ നിലയിലേക്ക് കൊണ്ടുവന്നതിന് നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. But David did not bother to talk to them. ദാവീദ് അവരോട് സംസാരിക്കുവാൻ പോലും But തയ്യാറായില്ല. what did David do? ദാവീദ് എന്താണ് ചെയ്തത്? David is teaching us one thing. ദാവീദ് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കും. I did not listen to these people. ഞാൻ ഈ ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ല. But David encouraged himself. ദാവീദ് തന്നെ ധൈര്യപ്പെടുത്തി എന്ന് ബൈബിൾ പറയുന്നു. Oh, this is one of the most beautiful verse I love from the Bible. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ് ഇത്. You know what did David do? എന്താണ് ദാവീദ് ചെയ്തതെന്ന്? He encouraged himself. അവൻ തന്നെ ധൈര്യപ്പെടുത്തി. He raised his hand and he patted his own back. അവൻ കരങ്ങൾ ഉയർത്തി അവന്റെ ചുമലിൽ തട്ടി. He encouraged himself. അവൻ അവനെ തന്നെ ധൈര്യപ്പെടുത്തി. He said, David, don't worry. അവൻ പറഞ്ഞു, ദാവീദേ, ഒന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. Because God is with you. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. Romans chapter 8 verse 31. റോമർ 8:31 ഇങ്ങനെ പറയുന്നു,
If God is with you, who can be against you? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം David encouraged himself. ദാവീദ് തന്നെ ധൈര്യപ്പെടുത്തി. Today you may not have anybody to encourage. ഒരുപക്ഷെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ലായിരിക്കാം. People will be talking negative about you. ആളുകൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കാം. People might be discouraging you. ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. People might be saying you are going to die. നിങ്ങൾ ചത്തുപോകട്ടെന്ന് ആളുകൾ പറഞ്ഞേക്കാം. Your own people might be standing against you. നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങൾക്കെതിരായി നിന്നേക്കാം. But remember, God is with you. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. Encourage yourself right now in the Lord God. ഇപ്പോൾ തന്നെ ദൈവത്തിൽ നിങ്ങൾ ധൈര്യപ്പെടുക. More than anything else, you need God today. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെയാണ് നിങ്ങൾക്ക്. Friends, എന്റെ പ്രിയ സ്നേഹിതരെ, your money has limitation. നിങ്ങളുടെ പണത്തിന് പരിമിതിയുണ്ട്. Your intellectual power has its own limitation. നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾക്ക് പരിമിതി. Your strength and your backgrounds has its own limitation. നിങ്ങളുടെ ശക്തിക്കും കുടുംബ പശ്ചാത്തലത്തിനും പരിമിതികൾ ഉണ്ട്. But you serve an unlimited God. എന്നാൽ നിങ്ങൾ സേവിക്കുന്നത് അപരിമേയനായ ദൈവത്തെ. Encourage yourself in the living God. ജീവനുള്ള ദൈവത്തിൽ നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തിക്കൊള്ളുക. When you will strengthen yourself in the Lord God, നിങ്ങളെ തന്നെ ദൈവത്തിൽ ശക്തിപ്പെടുത്തുമ്പോൾ, not looking at the surroundings, നിങ്ങൾ ചുറ്റിലും നോക്കുകയില്ല. don't look at the situation, സാഹചര്യങ്ങളെ നോക്കേണ്ട. don't look at the problems, പ്രശ്നങ്ങളെ നോക്കേണ്ട. look at the creator of the creation. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മാത്രം. When you will look unto him and when you will encourage yourself in him, you will see shut doors being opened in the name of Jesus. നിങ്ങൾ കർത്താവിങ്കിലേക്ക് നോക്കി തന്നെത്താൻ ധൈര്യപ്പെടുത്തുമെങ്കിൽ അടഞ്ഞ വാതിലുകൾ നിങ്ങൾക്കായി. David cried in the presence of God. ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞു. Number 2, he encouraged himself in the presence of God. രണ്ടാമതായി അവൻ തന്നെ ധൈര്യപ്പെടുത്തി. He did not look at the situation, അവൻ സാഹചര്യത്തിലേക്ക് നോക്കിയില്ല. but he looked at God who is over every situation. സാഹചര്യത്തിന് മീതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കി. And so what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? When he went forward, അവൻ മുന്നോട്ട് പോയപ്പോൾ, where the Bible says he had counsel with the high priest. വേദപുസ്തകം പറയുന്നു, മഹാപുരോഹിതനുമായി കൂടിക്കാഴ്ച നടത്തി. He found somebody with whom he can talk about the ways of God. ദൈവത്തിന്റെ വഴികളെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി അവൻ കണ്ടെത്തി. He found a fellowship. അവൻ ഒരു വ്യക്തിയുമായി കൂട്ടായ്മയിൽ ഏർപ്പെട്ടു. You need to have a fellowship in your life. നിങ്ങളുടെ ജീവിതത്തിലും ഒരു കൂട്ടായ്മ ആവശ്യമാണ്. Do you go to a church regularly? തുടർച്ചയായി നിങ്ങൾ ചർച്ചിൽ പോകുന്ന ഒരു വ്യക്തിയാണോ? Do you have a spiritual fellowship regularly? ക്രമമായി ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ സംബന്ധിക്കുന്നു. You need to have one. ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. David found fellowship. ദാവീദ് ഒരു കൂട്ടായ്മ കണ്ടെത്തി. And finally what happened? അവസാനം എന്ത് സംഭവിച്ചു? We see that he went into the enemy's camp. അവൻ ശത്രുവിന്റെ പാളയത്തിലേക്ക് കടന്നു ചെന്നതായി നാം He കാണുന്നു. went into the enemy's camp. അവൻ ശത്രുവിന്റെ പാളയത്തിലേക്ക് കടന്നു ചെന്നു. Not with his companions. അവന്റെ ആളുകളോടൊപ്പമല്ല. Because more than half of them stayed back. അവനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ പകുതിയും അവിടെ തന്നെ നിന്നു. 400 out of the 600 stayed back saying that we cannot. 600 പേരിൽ 400 പേരും അതിന് തടസ്സം പറയുകയാണ് ചെയ്തത്. But he went because he knew, even if I do not have anybody with me, my God is with me. അവൻ ഒറ്റയ്ക്ക് പോയി, കാരണം ആരും എന്റെ കൂടെയില്ലെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. And the Bible says he defeated the enemy. അവൻ ശത്രു സൈന്യത്തെ തോൽപ്പിച്ചു എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. And he recovered everything back. അവനെല്ലാം തിരിച്ചു പിടിച്ചു. Today, my friend, ഇന്നെന്റെ സ്നേഹിതരെ, I want you to go to the enemy's camp. നിങ്ങൾ ശത്രുവിന്റെ പാളയത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Get back everything that you have lost. നിങ്ങൾക്ക് നഷ്ടമായതെല്ലാം മടക്കിയെടുക്കും. You might have lost your health 5 years back. ഒരുപക്ഷെ 5 വർഷം മുൻപ് നിങ്ങളുടെ ആരോഗ്യം Your business 8 or 10 years back. 8-10 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെട്ടു. I don't know what you have lost. എന്നാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമായെന്ന് But എനിക്കറിയില്ല. are you ready to go into the enemy's camp in the name of Jesus? ശത്രുവിന്റെ പാളയത്തിലേക്ക് കടന്നു ചെന്ന് യേശുവിന്റെ നാമത്തിൽ അതിനെ വീണ്ടുകൊള്ളുവാൻ David went with God. ദാവീദ് പോയത് ദൈവത്തിന്റെ കൂടെയാണ്. You plus God is equal to victory. നിങ്ങളും ദൈവവും ചേർന്നാൽ അത് ജയമാണ്.